ഒരുപാട് കാലം സഹിച്ച് ടോക്സിക് റിലേഷൻഷിപ്പിലൂടെയൊക്കെ കടന്നുപോയി കുക്കർ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരു ദിവസം പൊട്ടിത്തെറിച്ച് ഡിവോഴ്സും വാങ്ങി രക്ഷപ്പെട്ടു വരുന്ന സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് പലരും ചോദിക്കാറുണ്ട്, നിനക്കൊന്ന് സഹിച്ച് പിടിച്ച് നിന്നൂടായിരുന്നോ? നിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, നിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നിനക്ക് ഇനി ആരാണ് തുണ? നിൻ്റെ മക്കൾക്ക് ആരാണ് ഉണ്ടാവുക? അവരുടെ ഭാവിയും നിൻ്റെ ഭാവിയൊക്കെ നീ കളഞ്ഞു കുളിച്ചില്ലേ എന്ന് പല പെൺകുട്ടികളോടും ഡിവോഴ്സായ ആളുകളോടും പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും ആ ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ പോകുന്നതല്ലേ അവരുടെ ഭാവിക്ക് ദോഷം ചെയ്തിട്ടുണ്ടാവുക? അവർക്ക് നല്ലൊരു അമ്മയായിട്ട് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവുമോ? നല്ലൊരു മകളായിട്ട് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവുമോ? നല്ലൊരു ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അവർക്ക് ഒരിക്കലും അവിടെ ജീവിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് എൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എൻ്റെ ജീവിതം, എൻ്റെ ഭാവി, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇനി ഞാൻ പ്രതികരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാനൊന്ന് സ്വതന്ത്രയായാലേ പറ്റുള്ളൂ. എനിക്ക് കണ്ടെത്താനും എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരെ കൂട്ടിപ്പിടിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനും കൂടി എനിക്ക് പറ്റും എന്ന് ഒരു പെൺകുട്ടി തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് അവൾ ഡിവോഴ്സ് എന്ന് പറയുന്ന തീരുമാനം എടുത്തിട്ടുണ്ടാവുക. വിമർശിക്കുന്നവർക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ അനുഭവിച്ചവർക്ക് അങ്ങനെയല്ല.